ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. നമ്മളിന്നുള്ളത് കോഴിക്കോടാണ്. കോഴിക്കോട് കായക്കൊടി ഹസ്ബൻഡിൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ഇവിടുത്തെ കുറച്ച് രാവിലത്തെ കാഴ്ചകൾ കാണാം. ഇവിടെ പിന്നെ അത്യാവശ്യം പറമ്പൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് ചെടികളും മരങ്ങളും പച്ചപ്പൊക്കെ കാണാം. രാവിലെ എഴുന്നേറ്റിരിക്കുമ്പോൾ നല്ല രസമാണ്. നല്ല കിളികളുടെ ശബ്ദങ്ങളും ഒരുപാട് വെറൈറ്റി ടൈപ്പ് പക്ഷികളെയൊക്കെ നമുക്കിവിടെ കാണാം കേട്ടോ. രാവിലെ പിന്നെ അതുപോലെ സന്ധ്യ സമയമാകുമ്പോഴേക്കും കുറേ പക്ഷികൾ ഇങ്ങനെ മരത്തിൽ ഇങ്ങനെ ചേക്കേറും. തത്തമ്മ അങ്ങനെ പേരറിയാത്ത ഒരുപാട് പക്ഷികളുണ്ട്. ശരിക്കും നമ്മൾ മനസ്സിന് ശാന്തമായിട്ടിരിക്കാൻ തോന്നുവാണെങ്കിൽ വന്നിരിക്കാൻ പറ്റും. നല്ല അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. പിന്നെന്താ, കുറച്ച് സാഹിത്യവും ഫിലോസഫിയൊക്കെ അറിയാവുന്നവരാണെങ്കിൽ നമുക്കിവിടെ വന്നിട്ട് കുറച്ച് കവിതകളും കഥകളൊക്കെ എഴുതാം. മെയിനായിട്ട് വീട് ഉടനെയായതുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ ചുറ്റിനും ഒരുപാട് മരങ്ങളുള്ളതുകൊണ്ട് തന്നെ നല്ല തണുപ്പുള്ള അറ്റ്മോസ്ഫിയറാണ്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മഴത്തുള്ളികൾ വീഴുന്ന പോലെ മഞ്ഞുതുള്ളികൾ വീഴുന്നതാണ്. ഇവിടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു ചെന്തങ്ങ് ഉണ്ട് കേട്ടോ. അതിൽ 2-3 കരിക്കായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് എടുക്കാം. അപ്പോൾ ഞാനതിലെ 2 കരിക്ക് വെട്ടിയിട്ടിട്ടുണ്ട്. അധികമൊന്നുമില്ല, 2-3 ഉണ്ടായിരുന്നുള്ളൂ. ഓൾറെഡി 2 നേരത്തെ എടുത്തു. അപ്പോൾ ബാക്കിയുള്ള 2 കൂടി ഇതാ വെട്ടിയിട്ടിട്ടുണ്ട്. ഇനി നമുക്കതെടുത്ത് പൊട്ടിച്ച് അതിൻ്റെ വെള്ളം കുടിക്കാം. നല്ല മധുരമാണ് കേട്ടോ. ചെന്തങ്ങിൻ്റെ ആയതുകൊണ്ടാണെന്ന് അറിയില്ല, കരിക്കിൻ്റെ വെള്ളത്തിന് നല്ല അസല് മധുരം, നല്ല ടേസ്റ്റാണ്. വേനൽ സമയത്തൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ നല്ല സുഖമാണ് കേട്ടോ. നമുക്ക് നല്ല ചൂടുള്ള ടൈമിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ കരിക്ക് വെട്ടിയിട്ട് കരിക്കിൻ്റെ വെള്ളമൊക്കെ കുടിക്കാൻ പറ്റും. പിന്നെ ഞാനിതിപ്പോൾ ഇടയ്ക്ക് എടുത്തിട്ടുണ്ടല്ലോ, ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കുടിക്കും. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് നല്ലൊരു ആ തണുപ്പോടെ കുടിക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് തോന്നും. ചൂടിന് നല്ലൊരു ശമനവും കിട്ടും. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ടാറ്റ, വീണ്ടും കാണാം.